ബി.ജെ.പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് മാറി ചുവടുറപ്പിച്ച സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ സ്വന്തമായ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബി.ജെ.പിയിൽ ഇപ്പോൾ പലർക്കും കണ്ടകശനി ആരംഭിക്കുകയും ചെയ്തു. കാരണം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ കേരള ഘടകത്തെ ഒന്ന് തഴയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വ സ്ഥാനത്തിൽ നിൽക്കുന്നവരെ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ആലോചനകൾ ശക്തമാവുകയാണ്. ആ ആലോചനകളെല്ലാം നിരവധിയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബി.ജെ.പി കേരളത്തിൽ ഇപ്പോൾ തളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇനി ബി.ജെ.പിനെ കേരളത്തിൽ വളർത്തിക്കൊണ്ടിരിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ബി.ജെ.പിയിൽ നിന്നും സന്ദീപ് വാര്യർ മാറി ചവിട്ടിയത് തീർച്ചയായും ബി.ജെ.പിയിൽ വലിയൊരു ഇടിവാണ് സംഭവിച്ചത്. എന്നാൽ പോലും ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നേതൃത്വം ഒരിക്കലും അത് അംഗീകരിക്കുന്നില്ല. അതായത് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ പാലക്കാട് ഇലക്ഷനിൽ നിന്ന് കൃഷ്ണകുമാറും ബി.ജെ.പിയിൽ നിന്നും സന്ദീപ് വാര്യർ പോയപ്പോൾ വലിയൊരു തിരിച്ചടികൾ ലഭിക്കില്ല എന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്നാൽ യഥാർത്ഥത്തിൽ അത് വലിയൊരു തിരിച്ചടികൾ തന്നെ നൽകിയിട്ടുണ്ട്. കെ സുരേന്ദ്രൻ ഇപ്പോഴും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ നിലകൊള്ളുന്ന സമയത്ത് ഇപ്പോൾ ബി.ജെ.പിക്ക് ശക്തമായ പല തീരുമാനങ്ങളും എടുക്കേണ്ട സാഹചര്യത്തിൽ സുരേന്ദ്രനെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യരെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് പോകുന്നത് ഒരു ചുക്കുമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു കെ സുരേന്ദ്രൻ മുൻകൂട്ടി ചെയ്തിരുന്നത്. എന്നാൽ ബി.ജെ.പിയിൽ നിന്നും സന്ദീപ് വാര്യർ പോയപ്പോൾ ബി.ജെ.പിക്ക് ഉണ്ടായ ഇടിവും അതുപോലെ തന്നെ കോൺഗ്രസിനുണ്ടായ ഉയർച്ചയും രണ്ടും ജനങ്ങൾ കണ്ടു. സന്ദീപ് വാര്യന് കേരളത്തിൽ ബി.ജെ.പിയിൽ നിന്നും മാത്രമല്ല കുറച്ച് മനുഷ്യർ അധികം തന്നെ സപ്പോർട്ട് നൽകുന്നുണ്ട്. അതായത് ബി.ജെ.പിയുടെ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത എന്നാൽ സന്ദീപ് വാര്യനെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ ബി.ജെ.പിയിലും അല്ലാതെയുമുണ്ട്. അവരെല്ലാവരും കോൺഗ്രസിലേക്ക് ചേർന്ന സന്ദീപ് വാര്യരെ ഇരു കൈകൾ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം അർത്ഥമാക്കുന്നത്. കാരണം അതുപോലെയുള്ള ഒരു ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ലഭിച്ചത്. അതിന് തീർച്ചയായും സന്ദീപ് വാര്യരുടെ ഒരു കയ്യൊപ്പുണ്ട്. എന്താണെങ്കിലും മുസ്ലിം ലീഗും കോൺഗ്രസും സന്ദീപ് വാര്യരിനെ വാനോളം ഉയർത്തുകയും അതുപോലെ തന്നെ പാർട്ടിയിൽ സുപ്രധാനമായ ഒരു സ്ഥാനം നൽകുകയും ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് എത്രത്തോളം വളർച്ചയ്ക്ക് ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്നാൽ ബി.ജെ.പിയിൽ ഇപ്പോഴുണ്ടാകുന്ന ചേരിതിരിവും അതേപോലെ തന്നെ സ്ഥാനത്തിന് വേണ്ടിയുള്ള തമ്മിലടിയും എത്രത്തോളം രൂക്ഷമാകുന്നു എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുകയാണ്. ശോഭാ സുരേന്ദ്രനാകും ഇനി ബി.ജെ.പിനെ നയിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ടുള്ള വാർത്തകളും മുൻപ് വന്നിട്ടുണ്ട്. ഈ വാർത്തകളുടെ അന്തഃശുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളതും വ്യക്തമല്ല. എന്താണെങ്കിലും കെ സുരേന്ദ്രനെ ഇനി ബി.ജെ.പിയുടെ നേതൃത്വ സ്ഥാനത്ത് നിന്നും പിന്മാറ്റി അവിടെ മറ്റൊരു വ്യക്തിയെ സ്ഥാപിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണെങ്കിലും അത് കൃത്യമായി നടക്കുന്നതിലൂടെ ബി.ജെ.പി കേരള ഘടകം ഇനി എത്രത്തോളം ശക്തമാകുന്നു എന്നുള്ളതും വളരെ പ്രധാനമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടവും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ കേരളത്തിൽ തന്റേതായ സ്ഥാനമുറപ്പിക്കുകയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ വളരെയധികം നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ചില മോശം കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളതും കൃത്യമാണ്. എന്നാൽ ബി.ജെ.പി സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ മോശം കാര്യങ്ങളോ ഇപ്പോഴും ജനങ്ങൾ അങ്ങ് കണക്കിലെടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം വിചാരിക്കുന്ന പോലെ ഒരു സ്ഥാനം ഇപ്പോഴും കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ചിട്ടില്ല. പാർലമെന്റ് സീറ്റിൽ ആകെ സുരേഷ് ഗോപി മാത്രമാണ് ബി.ജെ.പിയിൽ നിന്നും ജയിച്ചിട്ടുള്ളത്. അത് ബി.ജെ.പി രാഷ്ട്രീയത്തോട് ഇഷ്ടപ്പെടുന്നവർ ചെയ്തതാണോ അതോ സുരേഷ് ഗോപി എന്ന നടനോടും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോടും തോന്നിയ ഒരു സ്നേഹമാണോ എന്നുള്ളതും ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്താണെങ്കിലും സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണെന്നുള്ളതും നല്ലൊരു നടനാണെന്നുള്ളതും നമ്മൾ അംഗീകരിച്ച കാര്യം തന്നെയാണ്. അതേസമയം അദ്ദേഹത്തിനുള്ളിലെ രാഷ്ട്രീയക്കാരൻ എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം കേരളത്തിന് വേണ്ടി സംസാരിച്ച തമിഴ്നാട് നേതാവിനോട് പോലും പുച്ഛത്തോടെ പെരുമാറിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധി എത്രത്തോളം നല്ലതാണെന്നുള്ളതിന് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും ബി.ജെ.പി കേരള ഘടകം ഇപ്പോഴും താഴ്ന്നുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഉയർച്ചയിലെത്തിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന വലിയൊരു ചോദ്യമാണ്.